തലശ്ശേരി എരഞ്ഞോളിപ്പുഴയുടെ തീരത്തുകൂടി നടക്കുമ്പോൾ ദാ ഇതുപോലെ ഒരുപാട് ചാക്കുകെട്ടുകൾ കാണാം. കഴിഞ്ഞ 2 മാസം കൊണ്ട് ഒരു ഓട്ടോ ഡ്രൈവർ കണ്ടൽക്കാടുകൾക്കിടയിൽ നിന്ന് പെറുക്കിക്കൂട്ടിയ മാലിന്യങ്ങളാണിവ. ഇത് മൊത്തം ഞാൻ തന്നെ ആക്കിയാണ്. 2 മാസം കഴിഞ്ഞ് ഇതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഞാൻ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ ലോഡ് കണക്കിന് മാലിന്യങ്ങളായിരുന്നു പുഴയിലുണ്ടായിരുന്നത്. എൻ്റെ പേര് സുരേന്ദ്രൻ എന്നാണ്. സുരേന്ദ്രൻ ധർമ്മടം എന്നാണ് അറിയപ്പെടുന്നത്. ശരിക്ക് ഔദ്യോഗികമായിട്ടുള്ള പേര് വി രവീന്ദ്രൻ എന്നാണ്. ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. രാവിലെ ഇതിന് വന്നു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കണ്ടൽക്കാട്ടിനകത്ത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം വലിച്ചു കയറ്റിയിട്ട് ഏറ്റവും ചുരുങ്ങിയത് 3 മണിക്കൂറിന് മേലെ ഉണ്ടാവും. ചിലപ്പോൾ വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടാവും. ലക്ഷക്കണക്കിന് കുപ്പിയാണ് ഈ പുഴയിൽ. ഈ പുഴയുടെ പരിസര പ്രദേശത്ത് ഏകദേശം 18ഓളം ബാറുകൾ പ്രവർത്തിക്കുന്നുണ്ട് എരഞ്ഞോളിപ്പുഴയുടെ തീരത്ത്. ഇതിനകത്ത് കുപ്പി കഷ്ണം ഉണ്ടാവും, മുരു ഉണ്ടാവും, ട്യൂബിന്റെ കഷ്ണം ഉണ്ടാവും, പൊളിഞ്ഞ ഗ്ലാസിന്റെ കഷ്ണം ഉണ്ടാവും, ടീൽസിന്റെ കഷ്ണം ഉണ്ടാവും, ചെരുപ്പ്, പമ്പോസ്, നാപ്കിൻ ഇതെല്ലാം ഇതിനകത്ത് ഉണ്ടാവും. ഈ തെർമോക്കോളിനകത്ത് ഈ പായലുകൾ പിടിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മത്സ്യങ്ങൾ കഴിക്കാൻ കൂട്ടമരണത്തിന് കാരണമാവുകയും ഇത് മത്സ്യങ്ങൾ കഴിക്കുമ്പോൾ ആ മത്സ്യത്തെ നമ്മൾ കഴിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ മനുഷ്യ ശരീരത്തിൽ എത്തുന്നതിന്റെ ഫലമായിട്ട് വിവിധങ്ങളായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഈ പുഴയിൽ കണ്ടൽക്കാടുകൾ വെക്കാൻ ഇറങ്ങും. പിന്നെ പുഴയുടെ തീരത്താണ് എന്റെ വീട്. അതുകൊണ്ട് ഈ പുഴയിൽ ഇറങ്ങിയിട്ട് നല്ല ശീലമാണ്. റോഡ് സൈഡിൽ നിന്നൊക്കെ എടുക്കാൻ പറ്റുന്ന, കണ്ടൽക്കാടിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന എല്ലാം നമ്മൾ അങ്ങനെ എടുക്കും.